എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാവേ. അതിനായിട്ട് ഇതുപോലത്തെ നാട്ടുമാങ്ങയില്ലേ, അതെടുത്തിട്ട് അതിൻ്റെ ഞെടുപ്പ് ഭാഗം കണ്ടിച്ച് ഇതുപോലെ തൊലി പൊളിച്ച് കളയണേ. എന്നിട്ട് ഒരു മൺചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു 7 മാമ്പഴം എടുത്ത് അതിൻ്റെ തൊലിയെല്ലാം പൊളിച്ച് ചട്ടിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില, 2 പച്ചമുളക് നടുകെ പിളർന്നത്, പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഇത് മൂടി വെച്ച് വേവിക്കാൻ വെക്കാം. ഇനി ഇതിൻ്റെ അരപ്പിനാവശ്യമായത് പകുതി തേങ്ങ ചിരണ്ടിയത്, ഒരു 1/4 സ്പൂൺ ജീരകം, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഈ മാമ്പഴത്തിനകത്തോട്ട് മധുരത്തിനാവശ്യമായ കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കണേ. പിന്നെ തൈര് ഒഴിച്ചാണ് നമ്മൾ ഈ അരപ്പ് അരച്ചെടുക്കുന്നത്. മാമ്പഴം അത്യാവശ്യം ഒന്ന് വെന്ത് വന്നു കഴിയുമ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ഈ മാമ്പഴത്തിലേക്ക് ചേർത്ത് നന്നായിട്ട് വരട്ടിയെടുക്കണമേ. ഇനി തൈര് ചേർത്തല്ല അരപ്പ് അരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ അധികം വെള്ളം ചേർക്കാതെ അരപ്പ് അരച്ചെടുത്തിട്ട് ഈ മാമ്പഴത്തിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് തിള വന്നു കഴിയുമ്പം പുളിക്ക് ആവശ്യമായ തൈര് ഒഴിച്ച് കൊടുത്താൽ മതിയേ. ഇതിപ്പോൾ തൈര് ഒഴിച്ചാണ് അരപ്പ് അരച്ചെടുത്തത്. അതുകൊണ്ട് ഈ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് അധികം തിളപ്പിക്കരുത്. തിളപ്പിക്കാതെ നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്യണം. ഇനി ഈ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണേലും ഇട്ട് കൊടുക്കാവേ. ഇതിപ്പോൾ അരപ്പെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാവേ. തിളപ്പിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. തിളച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പിരിഞ്ഞ പോലെ ഇരിക്കുവേ. നമ്മൾ മോരൊക്കെ കാച്ചുന്ന പോലെ തന്നെ. ഇപ്പോൾ നമ്മുടെ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കടുക് വറുത്തിടാം. അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് അല്പം ഉലുവായും കൂടി ഇട്ട് പൊട്ടിക്കുക. പിന്നെ 2 വറ്റൽമുളക്, കറിവേപ്പില, ഇത്രയും ചേർത്ത് ഈ കറിക്കകത്തോട്ട് താളിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡിയായി. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കുന്ന മാമ്പഴ പുളിശ്ശേരിയെ. അപ്പോൾ നിങ്ങൾ വേറെ രീതിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.